ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ലേഖനവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വാക്കുകളിലൂടെ ദൃശ്യജ്ഞാനം നൽകുന്ന മഹത്തായ പ്രതിഭാസമാണ് വായന. ജോർജ് ആർ മാർട്ടിൻ പറഞ്ഞതുപോലെ വായിക്കുന്നവൻ മരണത്തിന് മുമ്പ് ആയിരം ജന്മങ്ങൾ ജീവിക്കുന്നു. എന്നാൽ വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതവും. കാരണം നമ്മൾ വായിക്കുന്ന കൃതികളിലെ കഥാപാത്രങ്ങളായി നമ്മളെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിലെ നല്ലതും മോശപ്പെട്ടതുമായ അനുഭവങ്ങൾ നമ്മൾക്ക് പാഠമാകുന്നു. അങ്ങനെ ക്ലാസിക് കൃതികളുടെ വായന നമ്മെ ജീവിതം പഠിപ്പിച്ചു തരുന്നു. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോബൽ പ്രൈസ് നേടിയ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന നോവൽ വായിക്കുമ്പോൾ വലിയ നേട്ടങ്ങൾക്കായുള്ള മനുഷ്യൻ്റെ ആദമ്യദാഹവും എല്ലാം നേടി എന്ന് തോന്നുമ്പോഴും അവ നൈമിഷികമെന്ന് കാണിച്ചു തരുന്നു. ഷേക്സ്പിയർ കഥാപാത്രങ്ങളെ എടുത്താൽ മാക്ബത്ത് അധികാരത്തോടുള്ള ആർത്തി ഒരാളെ എങ്ങനെ സ്വന്തം നാശത്തിലെത്തിക്കുമെന്നും, കിങ് ലിയർ പൊങ്ങച്ചം ഇഷ്ടപ്പെടുന്ന മക്കളെ ശരിയായി മനസ്സിലാക്കാത്ത ഒരു പിതാവിൻ്റെ വാർദ്ധക്യത്തിലെ ദുരവസ്ഥയും, ഒഥല്ലോ മറ്റുള്ളവരുടെ വാക്കുകേട്ട് സ്വന്തം ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവിൻ്റെ അവസ്ഥയും കാണിച്ചു തരുന്നു. വായനയ്ക്ക് ധാരാളം നേട്ടങ്ങളുണ്ട്. ഭാഷയിൽ പ്രാവീണ്യം, ബുദ്ധിവികാസം, ഉയർന്ന ശ്രദ്ധ, തലച്ചോറിനെ ശക്തിപ്പെടുത്തുക, സ്മാർട്ടാക്കുന്നു എന്നിങ്ങനെ ധാരാളം നേട്ടങ്ങൾ വായന നമുക്ക് സമ്മാനിക്കുന്നു. ജീവിത വിജയത്തിന് ഇന്ന് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു പ്രധാന ഗുണമാണ് വൈകാരിക ബുദ്ധി. വൈകാരിക ബുദ്ധി പഠിപ്പിക്കപ്പെടുന്നില്ല. അവ നാം പഠനത്തിലൂടെയും സമൂഹത്തിൽ ജീവിക്കുന്നതിലൂടെയും വായനയിലൂടെയും മറ്റും സ്വായത്തമാക്കുകയാണ്. പഠിച്ചിട്ടും കുട്ടികൾ വഴിതെറ്റുന്നുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം കിട്ടിയിട്ടും സമൂഹത്തിൽ അനീതിയും അക്രമവും പെരുകുന്നുവെങ്കിൽ മനസ്സിലാക്കുക, സമൂഹത്തിൽ വൈകാരിക ബുദ്ധിയുടെ കുറവുണ്ട്. വായനയാണ് വൈകാരിക ബുദ്ധി വളരാൻ ഏറ്റവും ഉത്തമം. കാരണം വായന നമ്മെ എല്ലാവിധമായ വികാരങ്ങളിലൂടെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. സങ്കടം, സന്തോഷം, സ്നേഹം, അസൂയ, ക്ഷമ എന്നുവേണ്ട എല്ലാ വികാരങ്ങളിലൂടെയും അങ്ങനെ നമ്മെ വൈകാരികമായി വളരാൻ സഹായിക്കുന്നു. എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ പ്രതികരിക്കരുത് എന്ന് മനസ്സിലാക്കി തരുന്നു. ദ ആൽക്കെമിസ്റ്റ് എന്ന നോവൽ വായിക്കുമ്പോൾ ജീവിതത്തിലെ 100 തടസ്സങ്ങളെ എങ്ങനെ പോസിറ്റീവായി സമീപിക്കാമെന്ന് മനസ്സിലാകുന്നു. മദർ തെരേസയുടെ ജീവിതകഥ വായിക്കുമ്പോൾ, ടോൾസ്റ്റോയി കഥകൾ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ അനുകമ്പയുള്ളവരായി മാറുന്നു. മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അറിവിൻ്റെ പാഠങ്ങൾ സമ്മാനിക്കുന്നു. റെയ്മണ്ടിന് വായന ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവന് വായിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷേ അവന് ഭീകരജീവികളുടെ രൂപങ്ങൾ ഏറ്റവും പ്രിയമുള്ളതായിരുന്നു. അവൻ്റെ നാട്ടിലെ ഒരു കടയിൽ എല്ലാ വർഷവും പുതിയ ഭീകരജീവികളുടെ രൂപങ്ങൾ വിൽക്കപ്പെടാറുണ്ടായിരുന്നു. അവൻ അവ വാങ്ങി സൂക്ഷിച്ചു. ഒരു നാൾ അവൻ കടയിൽ ചെന്നപ്പോൾ കടയുടമ പുസ്തകം വായിച്ചിരിക്കുന്നു. അവൻ ചോദിച്ചു, കടയും പുസ്തകവും തമ്മിൽ എന്തു ബന്ധം? കടയുടമ പറഞ്ഞു, എനിക്ക് ഭീകര സത്വങ്ങളെക്കുറിച്ച് ഐഡിയ തരുന്നത് പുസ്തകങ്ങളാണ്. നീ ഈ പേജ് ഒന്ന് വായിച്ചു നോക്കൂ. അയാൾ പുസ്തകം റെയ്മണ്ടിനെ ഏൽപ്പിച്ചു. പുസ്തകം പിടിക്കാൻ പോലും അറിയാത്ത അവൻ കുഴങ്ങി. അപ്പോൾ കടയുടമ പറഞ്ഞു, പുസ്തകം 15 സെൻറ്റിമീറ്റർ അകത്തി പിടിക്കൂ. ഇനി വാക്കുകളിലൂടെ കണ്ണുകൾ ഓടിക്കൂ. കണ്ണുകൾ കൂടുതൽ വാക്കുകളിൽ എത്തിപ്പെട്ടാൽ വായന വേഗത്തിലാക്കാം. അവൻ ശ്രമിച്ചു, പക്ഷേ ഒന്നും പിടികിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെറുതെ വായിച്ചാൽ പോരാ, വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി എഴുത്തുകാരൻ്റെ സങ്കല്പത്തിലേക്ക് കടക്കുക. എങ്കിലേ വായന രസകരമാകൂ. ഇവൻ ഇക്കുറി വായിച്ചപ്പോൾ അതാ ഒരു ഭീകരരൂപം തെളിയുന്നു. അവൻ അടുത്ത പേജ് വായിച്ചപ്പോൾ അവിടെ മറ്റൊരു രൂപം. അവൻ പുസ്തകം വാങ്ങി വീട്ടിലേക്ക് ഓടി.
പിന്നീട് അവനെ പുസ്തകമില്ലാതെ കണ്ടിട്ടില്ല. വായനയുടെ ഉദ്ദേശം മനസ്സിലാക്കി ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്ത് വായിച്ചു തുടങ്ങുക. 6 വാക്കുകളിൽ അധികം ഒരു പേജിൽ, പുതിയ വാക്കുകളെങ്കിൽ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ നിലവാരത്തിന് മുകളിലാണ്. സിമ്പിളായിട്ടുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക. പുസ്തകങ്ങൾ ശാന്തരും എന്നും കൂടെ നിൽക്കുന്നതുമായ നല്ല സുഹൃത്തുക്കളുമാണ്. എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന ബുദ്ധിയുള്ള ഉപദേശകരും ക്ഷമാശീലമുള്ള അധ്യാപകരുമാണ്. ചാൾസ് ഡബ്ല്യു എലിയറ്റ്. തുറന്ന കണ്ണുകളിലൂടെ നിറമുള്ള സ്വപ്നങ്ങൾ കാണിക്കുന്ന വായനയെ, പുസ്തകങ്ങളെ നമുക്ക് നമ്മുടെ ഉയർച്ചയ്ക്കായി പ്രണയിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.